അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഈ വിശുദ്ധ മാസത്തിൽ കഴിഞ്ഞുപോയ ഓരോ സന്ദർഭങ്ങളെപ്പറ്റിയും ആത്മപരിശോധനയും വിചാരണയും നടത്തി വരും നാളുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനുമായി നാം നീക്കിവെക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ എല്ലാവിധ റഹ്മത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്കിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. യാ സാഇയൽ ഖൈരി അഖ്ബിൽ വയാ സാഇയ ശർരി അഖ്സിർ. റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കേൾക്കാവുന്ന ഒരു അശരീരി മലക്കുകൾ വിളിച്ചു പറയുന്നതായിട്ടാണ് അതിനെപ്പറ്റി വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നന്മ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക എന്നാണ്. വല്ല തിന്മയുമായി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ആ കാര്യം മതിയാക്കുവാനുമാണ് വിളംബരം ചെയ്യുന്നത്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോമ്പിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും, നോമ്പ് കഴിഞ്ഞാലും ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അത്തരത്തിലുള്ള ഒരു ഉൾവിളി നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്നാണ്. നന്മ പ്രതീക്ഷിക്കുന്നവരെ മുന്നോട്ട് വരിക എന്നത് അള്ളാഹുവിൻ്റെ ഒരു സന്തോഷ വാർത്തയാണ്. അള്ളാഹുവാണ് നമ്മളെ അതിലേക്ക് മാടി വിളിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ്, ഒരു വിളംബരം കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു കൗതുകം കേൾക്കുന്നവരിലുണ്ടാകും. ആളുകളെ അങ്ങനെയാണ് നല്ല കാര്യങ്ങൾക്കായിട്ട് ഇസ്ലാം പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തെല്ലാം നന്മകളുണ്ടോ അവയെല്ലാം നിലകൊള്ളുന്നത്, നിക്ഷിപ്തമായിരിക്കുന്നത് അള്ളാഹുവിലേക്കാവും, അള്ളാഹുവിന് മാത്രമാവുന്നു. സ്വാഭാവികമായും നമ്മുടെ മനസ്സും മനസ്സിലുള്ള ചിന്തകളും അതനുസരിച്ച് കൊണ്ട് നാം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളുമൊക്കെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം, നന്മകളെ സ്വന്തമാക്കുക എന്നത്. അതുപോലെ എന്തെങ്കിലും തിന്മയെ പറ്റിയുള്ള ചിന്ത മനസ്സിലോ വിചാരങ്ങളിലോ പ്ലാനിങ്ങിലോ ഉണ്ടെങ്കിൽ അതെല്ലാം തൽസമയം നിർത്തിവെക്കാനും കൂടിയാണ് അള്ളാഹു പറയുന്നത്. യാ സാഇയ ശർരി അഖ്സിർ. ഇവിടുന്ന് അങ്ങോട്ട്, ഇനി അങ്ങോട്ട് തിന്മ പ്രവർത്തിക്കാനേ പാടില്ല എന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം. ഈ ഒരു ആഗ്രഹവും അല്ലെങ്കിൽ പ്രതീക്ഷയും
ജാഗ്രതയുമാണ് അള്ളാഹുവിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നത് എന്നർത്ഥം. ജീവിതത്തിൽ എപ്പോഴും മനുഷ്യന് ഒരേ അവസ്ഥയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത്. ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട സന്ദർഭങ്ങളുണ്ടാവാം. ആശ്വാസത്തോടു കൂടെ ജീവിക്കാൻ പറ്റുന്ന സമയവും ഉണ്ടാവാം. ഇവ രണ്ടിൻ്റെയും ഇടയിലാണ് അള്ളാഹുവിലേക്ക് പ്രവർത്തനങ്ങളുമായി നാം നടന്നെടുക്കുന്നത്. എനിക്ക് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മാത്രം മതി, പ്രയാസങ്ങളും ആശങ്കകളും പാടില്ല എന്ന് ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരു നാണയം, ആ നാണയം പോലെയാണ് നമ്മുടെ ജീവിതമൊക്കെ. നാണയത്തിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ മൂല്യം 5 രൂപ 10 രൂപ എന്നൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും, മറുഭാഗത്ത് അതിൻ്റെ മുദ്രയും ഉണ്ടാകും. നാണയം എങ്ങനെ എറിഞ്ഞാലും അതിൻ്റെ ഒരു ഭാഗം മാത്രമേ പുറത്ത് കാണുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ജീവിതം. ജീവിതത്തിൽ എങ്ങനെയാണെങ്കിലും ഏതെങ്കിലും ഒന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഒന്നുകിൽ പ്രയാസമായിരിക്കും, പക്ഷേ എളുപ്പമായിരിക്കും. പ്രയാസമാണെങ്കിൽ പേടിക്കേണ്ടതില്ല, അടുത്ത എറിയലിന് നാണയത്തിൻ്റെ മറുഭാഗം വരും. കുറച്ചുകൂടി കഴിഞ്ഞാൽ ജീവിതത്തിൽ എളുപ്പങ്ങൾ വരും. ആദ്യം കിട്ടുന്നത് എളുപ്പമാണെങ്കിൽ പിന്നീട് തിരിച്ചും സംഭവിക്കും. ആ രൂപത്തിൽ അള്ളാഹുവിലേക്കുള്ള വഴിയിൽ ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാവാതെ കൂടുതലായിട്ട് അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുക, അടുത്തു നിൽക്കുക എന്ന ഒരു പ്രമേയമാണ്, ഒരു നല്ല മെസ്സേജാണ് റമദാനിലൂടെ സ്വന്തമാക്കുവാനായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അത് ഒന്നുകൂടി നന്നായി അടയാളപ്പെടുത്തുന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ ആയത്ത്. അത് പറഞ്ഞിരിക്കുന്നതും റമദാൻ പരാമർശങ്ങൾക്ക് ഇടയിലാണ്. ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അള്ളാഹുവിനെ പറ്റി ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ, അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരോട് ഒരേ ഒരു ഉത്തരം മാത്രമാണ്, വളരെ ലളിതമായ ഉത്തരം, ആർക്കും മനസ്സിൽ സൂക്ഷിക്കാവുന്ന മറുപടി, ഇന്നി ഖരീബ്. 2 വാക്കുകളിൽ അള്ളാഹു എന്ന ആ ആശയം ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ വളരെ നിങ്ങളിലേക്ക് അടുത്തു നിൽക്കുന്നു. അള്ളാഹുവിൻ്റെ ഈ അടുപ്പമാണ് മനസ്സിന് ആശ്വാസം പകരുന്നത്. തനിക്ക് ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എന്തെല്ലാം ഒഴിവാക്കേണ്ടി വന്നാലും അള്ളാഹു എനിക്ക് മതി എന്ന ഈ ഒരു ആത്മവിശ്വാസത്തിലേക്കാണ് നോമ്പുകാരൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അനുവദനീയമായ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നു. നാവിലൂടെ വരുന്ന ഒരു ചെറിയ കളവ് അല്ലെങ്കിൽ മോശം സംസാരം പോലും നമ്മുടെ നോമ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയാണ്. ഈ ആശങ്കയെല്ലാം സൃഷ്ടിക്കുന്നത് ആരാണ്? എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം. ഏത് അള്ളാഹു? നമ്മളുടെ അടുത്തുള്ള, വളരെ വളരെ അടുത്തുള്ള അള്ളാഹു. ആ ഒരു ബന്ധം ഇനിയും സുതാര്യമാക്കാനും ഊഷ്മളമാക്കുവാനുമാണ് ഈ ആയത്ത് നമ്മളോട് പറയുന്നത്. എന്താകുന്നു അത് സുതാര്യമാക്കുവാനുള്ള എളുപ്പമാർഗം? 2 കാര്യങ്ങളെ വേണ്ടുള്ളൂ. ഫൽ യുഅ്മിനൂ ബി, അള്ളാഹുവിൽ ഓരോരുത്തരും വിശ്വസിക്കണം. ഫൽ യസ്തജീബൂ ലി, അള്ളാഹുവിനോട് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും പറയുമ്പോൾ, വിളിക്കുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ തത്സമയം പ്രതികരിക്കണം. അള്ളാഹുവിനോട് പ്രതികരിക്കുക, അവനിൽ ഈമാൻ പൂർണ്ണമാക്കുക. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് അള്ളാഹുവുമായുമുള്ള ബന്ധം നിലനിർത്താൻ ആവശ്യം. അതിലേക്കുള്ള എളുപ്പ വഴിയാണ് റമദാനിൻ്റെ രാവിലും പകലിലും പട്ടിണിയിലും ഉറക്കത്തിലും രാത്രി നമസ്കാരത്തിലുമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത്.
ഇതിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്ന രണ്ടാമതൊരു കാര്യവും കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് നോമ്പുകാരനാണ് അത്യുത്കൃഷ്ട വ്യക്തി? എല്ലാ രംഗത്തും എല്ലാ കാര്യങ്ങളിലും ഒരു സുപ്രീമായി അത്യുത്കൃഷ്ടനായി നിൽക്കുന്ന ഒരാളുണ്ടാകും. നോമ്പിന്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അയ്യുസ്വാഇമീൻ അഅ്ളമു അജ്റ, വലിയ പ്രതിഫലം നേടാൻ അർഹതയുള്ള വ്യക്തി ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിനും ലളിതമായ ഉത്തരം കൊടുത്തു, അക്സറുഹും ലില്ലാഹി ദിക്റ, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയും ചിന്തയും ആരുടെ മനസ്സിലാണോ കൂടുതലായിട്ട് നിരന്തരമായി ഉള്ളത് അവനാകുന്നു ഏറ്റവും മികച്ച മെച്ചപ്പെട്ട നോമ്പുകാരൻ. അപ്പോൾ നോമ്പിന് പലതരത്തിലുള്ള മാനങ്ങളുമുണ്ട്. നോമ്പിന് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കുമുണ്ട്. ബാഹ്യമായി ഒരാൾക്ക് നോമ്പ് നോൽക്കാം, മറ്റൊരാളെ ബോധിപ്പിക്കാൻ വേണ്ടിയും അങ്ങനെ ചെയ്യാം. പക്ഷേ അള്ളാഹുവിലേക്ക് നാം പറഞ്ഞ പോലെ ഫഇന്നി ഖരീബ്, അള്ളാഹു വളരെ വളരെ അടുത്ത് നിൽക്കുന്ന നോമ്പുകാരൻ ആരാണ്? അക്സറുഹും ലില്ലാഹി ദിക്റ, അള്ളാഹുവിനെ വളരെ നന്നായിട്ട് ഓർമ്മിക്കുക. അള്ളാഹുവിനെ നന്നായിട്ട് ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാതെ ജീവിക്കുക എന്നതല്ല. നമ്മുടേതായ എല്ലാ ജോലികളും ചെയ്യാം, ബിസിനസ് ഉണ്ടാവാം, തൊഴിലുണ്ടാവാം, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, മറ്റു ഉപജീവനങ്ങൾ എല്ലാം ചെയ്യാം. ആശുപത്രിയും ചികിത്സയുമായി പോവേണ്ടി വരും. ഏത് രംഗത്തും അല്ലാ എന്നുള്ള ഈ ഉറപ്പുള്ള വിളി നാവിലും മനസ്സിലും ചിന്തയിലും നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതാണ് നമ്മളുടെ ഓരോ സന്ദർഭത്തെയും തങ്കത്തിളക്കമുള്ള മൂല്യമുള്ള സമയമാക്കി മാറ്റുന്നത്. ആ സമയം തന്നെയും നമുക്ക് ഒരു നിക്ഷേപമായിരിക്കും. വല്ലതും പ്രവർത്തിക്കാനും അമൽ ചെയ്യുവാനും സമയം കിട്ടിയില്ലെങ്കിലും ഇങ്ങനെയുള്ള ഒരു മനസ്സും മനസ്സാക്ഷിയും കൊണ്ടു നടക്കുക എന്നുള്ളത് തന്നെ നമുക്ക് വലിയ ഒരു നിക്ഷേപമായി അസറ്റായിരിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഒരു മാസത്തെ ആരാധനയാണെങ്കിലും അതുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിശേഷങ്ങളുമാണ് നാം സമ്പാദിക്കേണ്ടത്. ആ ഓരോ നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന അള്ളാഹുവുമായുള്ള സാമീപ്യത്തിലൂടെയും മറ്റെല്ലാ പ്രശ്നങ്ങളും കഴുകിക്കളയുവാനുള്ള ഒരു ധൈര്യം ഈ നാളുകളിൽ നമ്മൾ സ്വന്തമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ബദർ യുദ്ധം നടന്നിരിക്കുന്ന ചരിത്ര പശ്ചാത്തലത്തിലൂടെയാണ് നമ്മളിപ്പോഴും പോവുകയും ചെയ്യുന്നത്. റസൂലുള്ളാഹിയുടെ കാലത്ത് റമദാൻ 17-ന് ആ സംഭവം ഉണ്ടായത് ഇതുപോലെ ജനങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക് ഒരു വലിയ പരീക്ഷണമായിരുന്നു. പട്ടിണി കിടക്കണം, നോമ്പ് നോൽക്കണം, അറേബ്യയുടെ ചൂടാണെങ്കിൽ സഹിക്കാൻ സാധിക്കുകയില്ല, ദാരിദ്ര്യമാണ്, പണമില്ല, മറ്റ് വിഭവങ്ങളില്ല, ഇങ്ങനെ എല്ലാം കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ വീണ്ടും ഒരു പരീക്ഷണം എന്ന് പറയുമ്പോൾ അത് ആർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഏത് പ്രയാസങ്ങളുടെയും അപ്പുറത്ത് ഒരു എളുപ്പമുണ്ടാകും എന്ന ഒരു പ്രമേയം, ഒരു സന്ദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഒരു യുദ്ധത്തിന് വേണ്ടി അവരെ തയ്യാറാക്കുന്നത്. അത് വലിയ ഒരു ചരിത്രമാണ്. അതിൻ്റെ ആകത്തുക എന്തെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സ്വാർ. 3-ാം അധ്യായം 13-ാമത്തെ ആയത്തിൽ പറയുന്നത്, രണ്ട് കക്ഷികൾ, വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും രണ്ട് ഗ്രൂപ്പുകൾ ഏറ്റുമുട്ടിയ ഒരു സന്ദർഭം. ഒരു വിഭാഗം നിലകൊണ്ടിരുന്നത് അള്ളാഹുവിന് വേണ്ടി, മറ്റേ വിഭാഗമാവട്ടെ അവിശ്വാസത്തിന് വേണ്ടിയും നിഷേധത്തിന് വേണ്ടിയുമായിരുന്നു. അങ്ങനെ ഈ
രണ്ട് വിഭാഗങ്ങൾക്കിടയിലുണ്ടായ സംഭവഗതികൾ പരിശോധിച്ചാൽ ലഭിക്കുന്ന ഒരു ഉത്തരമാണ് പറയുന്നത്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സംഭവത്തിൽ വലിയ ഗുണപാഠങ്ങളുണ്ട് എന്നത്. അന്നത്തെ സമൂഹത്തിന് മാത്രമല്ല, പിന്നീടും ഇപ്പോഴും ലോകത്തിൻ്റെ അവസാനം വരെയും വരുന്ന ആളുകൾക്ക് ബദർ എന്നത് ആത്മവിശ്വാസത്തിൻ്റെ, അള്ളാഹു സഹായിക്കും എന്ന പ്രതീക്ഷയുടെ അടയാളമായിട്ട് നിൽക്കണം എന്നാണ് അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിൽ ജീവിതത്തിൽ എന്ത് ത്യജിക്കേണ്ടി വന്നാലും, അള്ളാഹുവിന് വേണ്ടി എന്ത് മാറ്റിവെക്കേണ്ടി വന്നാലും അതിന് ഞാൻ സന്നദ്ധനാകുന്നു എന്ന് നമ്മളെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയാണ് ഓരോ റമദാനിലും. റമദാനിലെ നോമ്പെടുക്കൽ നമുക്ക് പ്രയാസമില്ലാതെ പോകുന്നുണ്ട്. അതിനേക്കാളും വലിയ പ്രയാസങ്ങൾ ഏൽപ്പിക്കപ്പെടുകയാണെങ്കിലോ അപ്പോഴും നമ്മൾ പിന്മാറാൻ പാടില്ല. ആ രംഗത്തും ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അക്ബിൽ, മുന്നോട്ട് പോകുവാനുള്ള ഒരു ഊർജമാണ് ഈമാനിലൂടെയും നോമ്പിൻ്റെ ഭക്തിയിലൂടെയും നാം നേടിയെടുക്കുകയും ചെയ്യേണ്ടത്. ആ രൂപത്തിൽ ജീവിതത്തിലെ ലാളിത്യം, അതുപോലെ പ്രവർത്തനക്ഷമത, മൂന്നാമത്തേത് ആത്മവിശ്വാസം, ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു അസാധാരണ വ്യക്തിയായിട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റും. അത് മൂന്നുമാണ് റമദാൻ പഠിപ്പിക്കുന്നത്. ആത്മവിശ്വാസത്തിൻ്റെ നിലവാരവും മൂല്യവും എത്രയാകുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. ആ വിശ്വാസം ഉണ്ടാവുന്നത്, നമുക്ക് ഉണ്ടാവുന്നത് ഈമാനിൽ നിന്ന് മാത്രമാണ്, അള്ളാഹുവിനെ പറ്റിയുള്ള ബോധ്യത്തിൽ നിന്ന് മാത്രമാണ്. ആ ബോധ്യം ഉറപ്പിക്കലാണ് റമദാനിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ മുഖ്യ ലക്ഷ്യം. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ 10 പ്രവേശിക്കുകയാണ്. ഇതുവരെയുള്ള 20 ദിവസങ്ങളെക്കാളും വീണ്ടും പ്രാധാന്യം വർദ്ധിക്കുകയാണ്. ഇതുവരെയും എത്രയാണോ നാം അള്ളാഹുവുമായി അടുത്തിരുന്നത് അതിനേക്കാളും 1 ഇഞ്ച് എങ്കിലും കൂടുതലായിട്ട് ലഭിക്കുന്ന സന്ദർഭമാണ് അത്. നാം മനസ്സിലാക്കുന്നത് പോലെ പുണ്യ രാത്രികൾ, ലൈലത്തുൽ ഖദർ നിലകൊള്ളുന്നത് ആ സന്ദർഭത്തിലാണ്. അതിൻ്റെ ഒറ്റയായ ദിവസങ്ങളിൽ നിങ്ങൾ ആ പുണ്യത്തിന് വേണ്ടി മത്സരിച്ചുകൊണ്ട് പ്രതീക്ഷാപൂർവം അമലുകൾ ചെയ്യണം എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇനി വരാൻ പോകുന്ന സന്ദർഭം ഇപ്പോൾ നാം കഴിച്ചുകൂട്ടിയതിനേക്കാൾ ഏറെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന കാര്യം മറക്കാതിരിക്കുക. അള്ളാഹുവിലേക്ക് ഇനിയും ഇനിയും അടുക്കുക. അള്ളാഹു എന്ന ചിന്ത മനസ്സിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയാതിരിക്കുക. ഇതിൻ്റെ എല്ലാം റിസൾട്ട്, ഫലം ഇവിടെ വെച്ച് തന്നെ കാണാം. അത് മറ്റൊന്നുമല്ല, ഇസ്തിജാബത്ത്, ദുആക്ക് ഉത്തരം ലഭിക്കുക എന്നത്. അത് മാത്രമാണ് ഏറ്റവും വലിയ നേട്ടം. താൻ ചോദിക്കുന്നു, ഒരു തടസ്സവും മുടക്കവും താമസവുമില്ലാതെ അപ്പോൾ തന്നെ ഉത്തരം ലഭിക്കുന്നു. അങ്ങനെയുള്ള ആളുകളുണ്ട്, വളരെ വളരെ അപൂർവമായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ അങ്ങനെയായിരുന്നു, സ്വഹാബാക്കളുടേതും അങ്ങനെയായിരുന്നു. നമുക്കും ആ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയണം. ഏത് നിലവാരം? ഇസ്തിജാബ. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുസ്തജീബീൻ. പടച്ചവനെ, പ്രാർത്ഥന കേൾക്കുന്നവരെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്ന ആ ആശയം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥന തത്സമയം കേൾക്കുന്ന സന്ദർഭത്തിലും അവസ്ഥയിലും അമലുകളിലുമായി ജീവിക്കുവാനും ഇനിയുള്ള ദിവസങ്ങൾ നാം സമയം കാണുകയും വേണം. അള്ളാഹു നമ്മുടെയൊക്കെ പ്രാർത്ഥന സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അവനെ നിന്നിലേക്ക് അടുക്കുവാനും നീ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്.
റമദാനിലെ ആദ്യ ദിവസങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ സമാധാനത്തോടു കൂടെയായിരുന്നു നമ്മൾ അനുഭവിച്ചതും കഴിഞ്ഞതും. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ആ അവസ്ഥക്ക് മാറ്റം വന്നു. സാമ്രാജ്യത്വ ശക്തികൾ മുസ്ലിങ്ങളെ നശിപ്പിക്കണം എന്ന അജണ്ടയുമായിട്ട് എല്ലാ വർഷവും പോലെ തന്നെ ഈ പുണ്യമാസത്തിലും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ള ആയുധം. കരഞ്ഞുകൊണ്ട് സുജൂദിലും നമസ്കാരത്തിലുമായിട്ട്, നോമ്പ് തുറക്കുന്നതിന് മുമ്പായിട്ട്, നോമ്പിനിടയിലായിട്ട് അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും നമ്മളുടെ കൈകൾ ഉയരേണ്ടത്, ഞങ്ങളുടെ മനസ്സ് പിടയേണ്ടത് ഈ പ്രയാസം അനുഭവിക്കുന്ന ദശലക്ഷക്കണക്കിന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിലും പുറത്തുമുള്ള ആ ആളുകളുടെ ജീവിതവും അവരുടെ തൊഴിലുമാണ് നമ്മളുടെ അടുക്കളയിൽ പുക ഉയരുന്നത്. അവിടെ സംഭവിക്കുന്ന ഏത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അടുക്കള നിശ്ചലമാവാൻ 1 മിനിറ്റ് മാത്രം മതി. അള്ളാഹു അത്തരത്തിലുള്ള ഒരു പ്രയാസവേളയിൽ നിന്ന് നമ്മളെയെല്ലാം രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. യുദ്ധം ആര് തമ്മിലാണെങ്കിലും അതിന് എന്തെല്ലാം ന്യായീകരണങ്ങളും രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട് ഒന്ന് മാത്രമാണ്. ആര് ജയിച്ചാലും തോറ്റാലും ഒരേ ഒരു ഫലം. കുറേ ആളുകൾ കൊല്ലപ്പെടുന്നു, വേറെ കുറേ ആളുകൾ നിരപരാധികൾ പരിക്കേൽക്കുന്നു, ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു. ഇത് മാത്രമാണ് യുദ്ധത്തിൻ്റെ ഫലം. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക്, മുസ്ലിം നാടുകൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രയാസത്തിൽ അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുക. അത് മാത്രമാണ് നമുക്കുള്ള പരിഹാര പ്രവൃത്തിയും. ഇത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ അവസാനിച്ച് കിട്ടാൻ, ഇനി ഒരിക്കലും ഇല്ലാതിരിക്കുവാനും പടച്ചവനെ നീ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കണമേ. എല്ലാ നാട്ടുകാർക്കും രാജ്യങ്ങൾക്കും അവിടെയുള്ള അധികാരികൾക്കുമൊക്കെ പടച്ചവനെ സൽബുദ്ധി പ്രദാനം ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സംഘർഷാവസ്ഥയിൽ നിന്ന് ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഇന്നത്തെ നമ്മുടെ ദാനധർമ്മങ്ങളും സ്വതക്കകളും പരമാവധി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി നാം കൊടുക്കുവാൻ തയ്യാറാവുകയും ചെയ്യുക. കഴിഞ്ഞുപോയ, മരിച്ചുപോയ നമ്മളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹുവെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ ദിവസം മരിച്ച കോഴിക്കോട് മൊയ്തീൻ പള്ളിയുടെ കൂടി ഭാരവാഹിയായ പ്രിയപ്പെട്ട ലത്തീഫ് സാഹിബ്, അതുപോലെയുള്ള മറ്റു സുഹൃത്തുക്കൾ, അവർക്കെല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗവും ചികിത്സയും ആശുപത്രിയുമായി കഴിഞ്ഞുകൂടുന്ന മറ്റു ശാരീരികമായ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്കും അള്ളാഹു നമ്മുടെ പ്രാർത്ഥന എത്തിച്ചു കൊടുത്ത് ശിഫ നൽകി, എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.